നിങ്ങൾ എല്ലാവരും പറയുന്നത് പ്രസവത്തിന് മരണവേദനയാണ്. ഞാൻ പറയൂ അല്ല, പ്രസവത്തിന് മരണവേദനയില്ല. ഞാൻ തെളിവ് പറഞ്ഞു തരാം. എന്നാലും വേദനയുണ്ട്. അള്ളാഹു പ്രതിഫലം തരുമാറാകട്ടെ. ഞാൻ കൊച്ചാക്കി കാണുന്നില്ല. നിങ്ങൾ അനുഭവിച്ച വേദനയ്ക്ക് അള്ളാഹു സ്വർഗം തരുമാറാകട്ടെ. നിങ്ങൾ എത്ര വേദന സഹിച്ചവരാണെങ്കിലും ആ പ്രസവിച്ച കുഞ്ഞിനെ നേഴ്സ് നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവന്നിട്ട് മോനാകട്ടോ മോളാകട്ടോ ഇങ്ങനെ കാണിച്ചു തന്നപ്പോ നിങ്ങൾ എന്താ ചെയ്തേ? ചിരിച്ചില്ലേ എല്ലാരും? പ്രസവിച്ച ഉമ്മയും ചിരിക്കുകയാണ്, കണ്ട വാപ്പയും ചിരിക്കുകയാണ്. എല്ലാവരും ഇങ്ങനെ ചിരിക്കുന്ന സമയത്ത് ആ കുഞ്ഞ് കരയുകയായിരുന്നു. ഉമ്മ, നിന്റെ പൊന്നുമോൻ കരഞ്ഞപ്പോ, നിന്റെ പൊന്നുമോളെ കരഞ്ഞപ്പോ, ആ ചോര പൈതല കിടന്ന് കരഞ്ഞപ്പോ നമ്മളെല്ലാവരും ചിരിക്കുകയായിരുന്നു. നീ കരഞ്ഞ സമയത്ത് ചിരിച്ചവരോട് പ്രതികാരം ചെയ്യടാ. ഈ ഇരിക്കുന്ന ഓരോ ആണിനോടും പറയുകയാണ്, നീ കരഞ്ഞ സമയത്ത് ചിരിച്ചവരോട് പ്രതികാരം ചെയ്യ്. അത് ഉമ്മയാണോ ഉപ്പയാണോ കുടുംബക്കാരാണോ ആരാണോ ചിരിച്ചത്, നീ അവരോട് പ്രതികാരം ചെയ്യ്. ഉമ്മാടെ നട്ടല് ചവിട്ടി ഒടിച്ചിട്ടല്ല, വാപ്പാന അടിച്ചിറക്കിയിട്ടല്ല. ആരോ പറയുന്നുണ്ട് ജനാസ പുതിയാൻ വരട്ടെ, ജനാസ പുതിയാൻ വരട്ടെ. സിറാജിനെ കാണാൻ ഉമ്മ വരുന്നുണ്ട്. അവസാനമായി എന്റെ മാതാവ് എന്റെ ജനാസ കാണാൻ വരികയാണ്, എന്റെ ഭാര്യ വരികയാണ്, എന്റെ കൂടപ്പിറപ്പ് വരികയാണ്, എന്റെ കുടുംബക്കാര് വരികയാണ്. ആരോ താങ്ങിപ്പിടിച്ചുകൊണ്ട് സിറാജിന്റെ ജനാസ കാണാൻ എന്റെ ഉമ്മ ഇങ്ങനെ അടുത്തേക്ക് വരുന്നു. തളർന്ന ശരീരവുമായി, പടച്ചവനെ ഹൃദയം പൊട്ടുന്ന വേദനയുമായി കണ്ടടങ്ങൾ നിറഞ്ഞു ഒഴുകുകയാണ്. സമവിട്ട ഉമ്മയും പൊന്നുമകനെ എന്നെ കൈവിട്ടു പോന്നോ കാണലെന്ന പൊന്നേ. നമ്മുടെ ഉമ്മ എപ്പോഴും നമ്മളോട് പറയും, നിന്നെ ഞാൻ പ്രസവിച്ചത് മരണവേദനയുടെ വേദനയും സഹിച്ചാണെന്ന്. അള്ളാഹു നമ്മുടെ ഉമ്മമാർക്ക് അർഹമായ പ്രതിഫലം കൊടുക്കുമാറാകട്ടെ. ആമീൻ പറ. അള്ളാഹു നമ്മുടെ ഉമ്മമാർക്ക് അർഹമായ പ്രതിഫലം കൊടുക്കുമാറാകട്ടെ. പ്രസവത്തിന് എന്ത് വേദന? എന്ത് വേദന? താത്താമാര് എന്ത് വേദന? പ്രസവത്തിന് മരണവേദനയുണ്ടോ? നിങ്ങൾ തന്നെ ചിരിക്കണില്ലേ? പ്രസവത്തിന് മരണവേദനയുണ്ടോ? എനിക്കറിയില്ല, അതല്ലേ നിങ്ങളോട് ചോദിക്കണേ. ഉണ്ടോ? ഞാന് വടകര ഭാഗത്തുള്ള ഒരാളെ കണ്ടേക്ക് 10-46 വയസ്സുണ്ട്. എന്റെ ഭാര്യ 8ാമതും ഗർഭിണിയാണ് ഉസ്താദ്. അയാൾക്ക് തന്നെ ഒരു നാണക്കേട്. എന്റെ ഭാര്യ 8ാമതും ഗർഭിണിയാ. ആ താത്താക്ക് 40 വയസ്സിന് മുകളിൽ പ്രായമുണ്ട്. അപ്പൊ ചിരിച്ചപ്പോ പറഞ്ഞു, ഉസ്താദ് ഓക്ക് പ്രസവിക്കുന്നത് ഒരു സുഖവാ, ഒരു രസവാ. സുഖപ്രസവം എന്നല്ലേ പറയാ? സുഖപ്രസവം എന്നല്ലേ പറയാ? ഇപ്പോഴല്ലേ ആശുപത്രിയിലൊക്കെ പോകുന്ന, നേരത്തെ വീട്ടിലല്ലേ? നിങ്ങൾ എല്ലാവരും പറയുന്നത് പ്രസവത്തിന് മരണവേദനയാണ്. ഞാൻ പറയൂ അല്ല, പ്രസവത്തിന് മരണവേദനയില്ല. ഞാൻ തെളിവ് പറഞ്ഞു തരാം. നിങ്ങൾ പ്രസവിക്കുന്ന സമയത്ത് ഒരു ഡോക്ടർ, 2-3 നേഴ്സുമാരുണ്ടാവും. എനിക്കറിയില്ല, ഞാൻ പറയാം ഒരു ഏകദേശം. നിങ്ങൾ പ്രസവിക്കുമ്പോൾ നിങ്ങളുടെ കയ്യും കാലും പിടിച്ചു വെക്കാനും നിങ്ങളെ സഹായിക്കാൻ വേണ്ടി ഒരു 3-4 ഇനി 5 ഡോക്ടർ ഉൾപ്പെടെ 5 പേരുണ്ടെന്ന് കരുതുക. നിങ്ങൾ പ്രസവിച്ചു ഇല്ലേ? നിലവിളിച്ചു, ബഹളം വെച്ചു, എന്തൊക്കെ കാണിച്ചു, പ്രസവിച്ചു, ഓക്കെ. പക്ഷെ ഒരാൾ മരിക്കുന്ന സമയം ആ മനുഷ്യന്റെ റൂഹ് പിടിക്കാൻ വേണ്ടി വന്നു നിൽക്കുന്ന മലക്കുകളുടെ എണ്ണം 70,000. 70 മുതൽ 70,000 മലക്കുകൾ വരുമെന്ന. ഒരു കോഴി അറുത്തിട്ട് നോക്കിക്കേ, അതങ്ങട്ട് കിടന്ന് പെടയും, ചിറകിട്ടടിക്കും, കാലിട്ടടിക്കും, തലകിട്ടടിക്കും, ചാടും, ഇങ്ങനെ തുള്ളും. എന്തിനാ? പാട്ട് കേട്ടിട്ടല്ല, മരണത്തിന്റെ വേദന സഹിക്കാൻ പറ്റാതെ ആ കോഴി കിടന്ന് കാണിക്കുന്നത് നമ്മൾ കാണാവുന്നവരാണ്. അപ്പം മരണത്തിന് അത്രയും വലിയ വേദനയുണ്ട്. നിന്റെ ഭർത്താവ് നിന്റെ അടുത്ത് കിടന്നിട്ട് അറ്റാക്ക് വന്ന് മരിച്ചു, നീ അറിഞ്ഞോ? രാവിലെ വിളിച്ചപ്പോ എഴുന്നേക്കണില്ല, അപ്പോഴാ നിനക്ക് മനസ്സിലായ മരിച്ചെന്ന്. ഏതെങ്കിലും ഒരു മനുഷ്യൻ മരിക്കുമ്പോ കോഴി കൈയിട്ടടിക്കണ പോലെ അടിക്കാറുണ്ടോ? കാലിട്ടടിക്കാറുണ്ടോ? തുള്ളാറുണ്ടോ? ഇല്ല. ഒരു മനുഷ്യന് അനങ്ങാറില്ല. എന്തുകൊണ്ട്? 70,000 മലക്കുകൾ കയ്യും കാലും പിടിച്ചു വെച്ചിരിക്കുന്നത് കൊണ്ട്. അള്ളാഹു നമ്മുടെ മരണവേദന കുറച്ചു തരുമാറാകട്ടെ. 70,000 മലക്കുകൾ കയ്യും കാലും ഇങ്ങനെ പിടിച്ചു വെച്ചിരിക്കുമ്പോഴാ അസ്റായിൽ തൊണ്ടയിൽ നിന്നങ്ങോട്ട് വലിച്ചു ഊരുന്നേ. അതാ വേദന. ഒരിക്കൽ ഈസാ നബി അലൈഹിസ്സലാം
ഈസാ നബി അലൈഹിസ്സലാം ഇങ്ങനെ പടച്ചവനെ ഒരു ഖബറിന്റെ അടുക്കലൂടെ പോയി. ഈസാ നബി അലൈഹിസ്സലാം ഇങ്ങനെ പല അള്ളാഹു ഖബറിനകത്ത് കിടക്കുന്നവരെ വിളിച്ചു നിർത്തും. ഈസാ നബി അള്ളാഹു അങ്ങനെ ഒരു കഴിവ് മുഅ്ജിസത്ത് കൊടുത്തിരുന്നു. അപ്പൊ എല്ലാവരും പറഞ്ഞു, നൂഹ് നബിയോട് പറഞ്ഞു, ഈസാ നബിയോട് പറഞ്ഞു, ഈസാ നീ ഇപ്പൊ മരിച്ചവരല്ലേ വിളിക്കുക, ഞങ്ങളൊരു ഖബർ കാണിച്ചു തരാം, നിനക്ക് പറ്റുമെന്ന് വിളിച്ചു നിർത്തും. ആ ഖബർസ്ഥാനിലെ ഏറ്റവും പഴക്കം ചെന്ന ഒരു ഖബറിന്റെ ചാരത്ത് പോയി. എന്നിട്ട് പറഞ്ഞു, ഇതിനകത്ത് കിടക്കുന്ന ആളെ വിളിക്കാൻ. ഈസാ നബി അലൈഹിസ്സലാം ഖബറിന്റെ മുകളിൽ കൈയടിച്ചിട്ട് കുമ്പി ഇതിനില്ല, എഴുന്നേറ്റ് വരാൻ പറഞ്ഞു. എഴുന്നേറ്റ് വന്നു. ഒരു ചെറുപ്പക്കാരൻ ചോദിച്ചു, എന്താ? സാം ഇബ്നു നൂഹ്, നൂഹ് നബിയുടെ മകനായ സാമാണ് ഞാൻ, നൂഹ് നബിയുടെ മകനാ ഞാൻ. അപ്പൊ ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ ചോദിച്ചു, എത്ര കൊല്ലമായി മരിച്ചിട്ട്? എത്ര കൊല്ലമായി? മഹാനവറുകൾ അവിടെ നിന്ന് പറഞ്ഞു കൊടുത്തു, ഞാൻ മരിച്ചിട്ട് എത്രയോ വർഷമായി പറഞ്ഞു കൊടുക്കുന്നു. മുന്തു സബഈന സിന. അവിടെ നിന്ന് മഹാനവറുകൾ പറഞ്ഞു, ഞാൻ മരിച്ചിട്ട് ഒരുപാട് കൊല്ലമായി. അപ്പൊ ഈസാ നബി ചോദിച്ചു, മരണം എങ്ങനെ ഉണ്ടായിരുന്നു? മരണം എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ചോദിക്കുമ്പോ നൂഹ് നബി അലൈഹിസ്സലാമിന്റെ മകൻ കഴുത്തിൽ ഇങ്ങനെ കൈവച്ചു. എന്നിട്ട് ഇങ്ങനെ കരയാൻ തുടങ്ങി. എന്തിനാ കരയുന്നേ? നബിയേ, അസ്റായിൽ തൊണ്ടക്കുടിയിൽ നിന്ന് റൂഹ് വലിച്ചെടുത്ത വേദന ഇപ്പോഴും എന്റെ കഴുത്തിലുണ്ട് നബിയേ. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. ആ കൊല്ലങ്ങൾക്ക് മുമ്പ് അസ്റായിൽ കഴുത്തിൽ നിന്ന് റൂഹ് തൊണ്ടക്കുടിയിൽ നിന്ന് വലിച്ചെടുത്ത വേദന ഇപ്പോഴും എന്റെ കഴുത്തിലുണ്ട്. അതാ മരണവേദന. പെങ്ങളെ, മരണവേദനയുടെ ഒരംശമേ പ്രസവ വേദനയ്ക്കുള്ളൂ, അല്ലാതെ മരണവേദനയൊന്നുമില്ല. അതാ എൻ്റെ ഒരു കാഴ്ചപ്പാട്. അള്ളാഹു നമ്മളെയൊക്കെ നന്നാക്കി തരുമാറാകട്ടെ. എന്നാലും വേദനയുണ്ട്, അള്ളാഹു പ്രതിഫലം തരുമാറാകട്ടെ. ഞാൻ കൊച്ചാക്കി കാണുന്നില്ല, നിങ്ങൾ അനുഭവിച്ച വേദനയ്ക്ക് അള്ളാഹു സ്വർഗം തരുമാറാകട്ടെ. പക്ഷെ നിങ്ങൾ പറയാറുണ്ടെങ്കിലും ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, നിങ്ങൾ എത്ര വേദന സഹിച്ചവരാണെങ്കിലും ആ പ്രസവിച്ച കുഞ്ഞിനെ നേഴ്സ് നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവന്നിട്ട് മോനാകട്ടോ മോളാകട്ടോ ഇങ്ങനെ കാണിച്ചു തന്നപ്പോ നിങ്ങൾ എന്താ ചെയ്തേ? ചിരിച്ചില്ലേ? എല്ലാരും ചിരിച്ചോ? ഇല്ലേ? നിങ്ങളെ പാട്ട് പാടുമായിരുന്നു. സ്വന്തം കുഞ്ഞിനെ കൊണ്ടുവന്ന് ഇങ്ങനെ കാണിച്ചു തന്നപ്പോ നിങ്ങളൊക്കെ ചിരിച്ചില്ലേ? ഓപ്പറേഷൻ തിയേറ്ററിന്റെ മുമ്പിൽ കസേരയുണ്ട്, പാപ്പായ്ക്ക് ഇരിക്കാൻ പറ്റുന്നില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാ. അല്ലാ അല്ലാ അല്ലാ, എന്തേ പടച്ചവനെ, ഇത്തിരി പ്രശ്നമാണ്. നേഴ്സ് പറഞ്ഞു ഇത്തിരി പ്രശ്നമാ. ഉടനെ ഇങ്ങനെ അല്ലാ അല്ലാ അല്ലാ, അറിയുന്നിടത്തൊക്കെ നേർച്ച, ഫാത്തിഹ, ദുആ, ഇരിക്കുന്നില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ട്. കണ്ണൊക്കെ നിറയുന്നടോ, പാപ്പാടെ കണ്ണൊക്കെ നിറഞ്ഞു. അപ്പോഴാണ് പടച്ചവനെ ഐസുവിന്റെ വാതിൽ ഇങ്ങനെ തുറന്നു. ആരാ? സുമയ്യയുടെ ഭർത്താവ്. ആരാ? പടച്ചവനെ ഞാനാപ്പ. ഇങ്ങോട്ട് പോയപ്പോ ഒരു തുണിക്കകത്തൊരു കുഞ്ഞിനെ കൊണ്ടുവന്ന് കാണിക്കുന്ന ആൺകുട്ടിയാകട്ടോ ദാസീന, അൽഹംദുലില്ലാ, ഇങ്ങനെ കൊണ്ടുവന്ന് കാണിച്ചു. ഏത് വാപ്പയും ചിരിച്ചടോ. തന്റെ പൊന്നാര മകൻ ആദ്യമായിട്ട് കണ്ടപ്പോ പ്രസവിച്ച ഉമ്മയും ചിരിക്കുകയാണ്, കണ്ട വാപ്പയും ചിരിക്കുകയാണ്. എല്ലാവരും ഇങ്ങനെ ചിരിക്കുന്ന സമയത്ത് ആ കുഞ്ഞ് കരയുകയായിരുന്നു. ഉമ്മ, നിന്റെ പൊന്നുമോൻ കരഞ്ഞപ്പോ, നിന്റെ പൊന്നുമോളെ കരഞ്ഞപ്പോ, ആ ചോര പൈതര കിടന്ന് കരഞ്ഞപ്പോ നമ്മളെല്ലാവരും ചിരിക്കുകയായിരുന്നു. ഇബ്ലീസ് അവനെ നുള്ളി കരയിപ്പിച്ചതാണ്, അവനും ചിരിക്കുകയാണ്. കണ്ടവരെല്ലാവരും ചിരിക്കുന്ന ഡോക്ടറും നേഴ്സും കുടുംബക്കാര് വാപ്പയും ഉമ്മയും എല്ലാവരും ചിരിക്കുകയാണ്. എല്ലാവരും ചിരിച്ചപ്പോ നമ്മൾ ഓരോരുത്തരും കരയുകയായിരുന്നു. നമ്മൾ കരഞ്ഞപ്പോ ഇവരെല്ലാവരും നമ്മുടെ മുഖത്ത് നോക്കി ചിരിച്ചു. അന്തല്ലദീ വലദതു ഉമ്മുക ബകിയാ വന്നാസു ഹൗലക യൽഹഖൂന സുറൂറാ. നമ്മളെല്ലാവരും കരഞ്ഞപ്പോ കരുണ കാണിക്കാതെ എല്ലാവരും നമ്മുടെ മുഖത്ത് നോക്കി ചിരിച്ചടോ. അതുകൊണ്ട് മക്കളെ, ധൈര്യമുണ്ടോടാ ചെറുപ്പക്കാരാ? പെങ്ങളെ, തന്റെ ഇടമുണ്ടോ പൊന്നുമോള്? നീ കരഞ്ഞ സമയത്ത് നിന്റെ മുഖത്ത് നോക്കി ചിരിച്ചവരോട് വജ്ഹദിലി നഫ്സിക അൻ തകൂന ഇദാ ബകൂ ഫീ ഹാലി മൗതിക ലാഹികം മസ്റൂറാ. നീ കരഞ്ഞ സമയത്ത് ചിരിച്ചവരോട് പ്രതികാരം ചെയ്യടാ. ഈ ഇരിക്കുന്ന ഓരോ ആണിനോടും പറയുകയാണ്, നീ കരഞ്ഞ സമയത്ത് ചിരിച്ചവരോട് പ്രതികാരം ചെയ്യ്. അത് ഉമ്മയാണോ ഉപ്പയാണോ കുടുംബക്കാരാണോ ആരാണോ ചിരിച്ചത്, നീ അവരോട് പ്രതികാരം ചെയ്യ്. ഉമ്മാടെ നട്ടല് ചവിട്ടി ഒടിച്ചിട്ടല്ല, വാപ്പാന അടിച്ചിറക്കിയിട്ടല്ല. എങ്ങനെയാ
എങ്ങനെയാണ് പ്രതികാരം ചെയ്യേണ്ടതെന്നറിയോ? ഇവിടത്തെ പള്ളിയുടെ മിനാരത്തിൽ ഒരു ദിവസം വിളിച്ചു പറയുമല്ലോ, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. നിന്റെ വീട്ടിൽ പടച്ചവനെ ഒരു ദിവസം ഇവിടത്തെ പള്ളിയിൽ വിളിച്ചു പറയുമല്ലോ, എല്ലാവരും അറിയുകയാണ്, എല്ലാവരും നിന്റെ മരണ വാർത്ത അറിയുകയാണ്, എല്ലാവരും വീട്ടിലേക്ക് ഓടുകയാണ്, ടാർപ്പ് കെട്ടുകയാ, കസേര നിരത്തുകയാ, വീടിന്റെ പരിസരത്ത് അടുപ്പ് കൂട്ടിയിട്ട് ചൂടുവെള്ളം തയ്യാറാവുകയാ, എല്ലാവരും പള്ളിയിൽ ഖബറ് കുടിക്കാൻ തുടങ്ങി, കഫൻ തുണി വാങ്ങിക്കാൻ ആള് പോയി, എല്ലാവരും വിളിച്ചു പറയുന്നു ഇന്ന സമയത്താണ് ഖബറടക്കുന്നത്, എല്ലാവരും വീട്ടിലേക്ക് തേടി വരികയാണ്. പൊന്നുമോനെ, അതാ എടുത്തുകൊണ്ട് പോയിട്ട് അതാ വീടിന്റെ ഒരു ഭാഗത്ത് കൊണ്ടുപോയി നിന്നെ കടത്തുമടാ ചെറുപ്പക്കാരാ. മോനെ, വസ്ത്രങ്ങൾ അടിച്ചു മാറ്റും മോനെ, നഖത്തിനടിയിൽ അഴുക്കുകൾ എടുത്തു കളയുകയാണ്, നജസ്സുകൾ ഒഴിവാക്കുകയാണ്, നിന്നെ നല്ലതുപോലെ ചൂടുവെള്ളത്തിൽ കുളിപ്പിക്കുകയാണ്, സുഗന്ധമിട്ട വെള്ളമൊഴിക്കുകയാ. അനങ്ങാതെ കിടക്കുന്ന ഒരു സമയമാ മക്കളെ, ഞാനും നിങ്ങളും ചലിക്കാതെ മിണ്ടാതെ കിടക്കുന്ന ഒരു സമയമാ മോനെ. അങ്ങനെ ഒരു രംഗം നമ്മുടെ വീട്ടിൽ വരാനുണ്ട്. സിറാജിന്റെ അടുക്കൽ വരുമല്ലോ, നിങ്ങൾ ഓരോരുത്തരുടെയും വീട്ടിൽ ഇതുപോലെ ഒരു ദിവസം വരുമല്ലോ, ചലിക്കാൻ പറ്റാതെ മിണ്ടാതെ കടന്നു കൊടുക്കുന്ന ദിവസം. അങ്ങനെ സുഖമുള്ള സുഗന്ധമിട്ട വെള്ളമൊഴിച്ചു, നല്ലതുപോലെ ഒന്നുപിടിപ്പിച്ചു, തുടച്ചു വൃത്തിയാക്കുകയാണ്. പടച്ചവനെ, വെള്ളത്തുണിക്കകത്തു പൊതിയുകയാണ്. ഒരാള് വന്നിട്ട് പറയുന്നു, എല്ലാവരും മാറാറ്. എത്ര തിരക്കാണെങ്കിലും മാറുമടോ, എത്ര തിരക്കാണെങ്കിലും മാറുമടോ. എല്ലാവരും അവിടെ നിന്ന് മാറുകയാണ്, എല്ലാവരും മാറുകയാണ്. 3 കഷ്ണം പടച്ചവനെ നമ്മളെ പതുക്കെ ചുമന്നു കൊണ്ടുവരികയാണ്. കൊച്ചുകുട്ടികളെ കൊണ്ടുവരുന്നത് പോലെ ചുമന്നു കൊണ്ടുവന്ന് വിരിച്ചിട്ടിരിക്കുന്ന 3 കഷ്ണം തുണിയുടെ മുകളിലേക്കും മലർത്തിക്കിടത്തുകയാണ്. എന്തൊരു തിരക്കെന്നറിയുവോ? നമ്മുടെ വീട്ടിൽ അതുപോലെ ഒരിക്കലും ആള് കൂടിയിട്ടില്ല, ഒരാളെയും വിളിച്ചില്ല, ഒരാളോടും പറഞ്ഞില്ല, എല്ലാരും വിളിക്കാതെ തന്നെ ഓടി വന്നിരിക്കുകയാണ്. അപ്പോഴാണ് ചോദിക്കുന്നു, പഞ്ഞി എവിടെ? എന്തിനാ പഞ്ഞി ചോദിക്കുന്നതെന്നറിയോ? മൂക്കിന്റെ ദ്വാരം പഞ്ഞി കൊണ്ടടയ്ക്കുന്നേ, കാണേണ്ടവർ കണ്ടോ, ഇതാ പൊതിയുന്നേ. അല്ലാഹുവേ, അല്ലാഹുവേ, ഓരോരുത്തരുടെയും മൂക്കിന്റെ ദ്വാരത്തിൽ പഞ്ഞി വെക്കുകയാണ്. അല്ലാ, കാണേണ്ടവരൊക്കെ കണ്ടോ, കാണേണ്ടവരൊക്കെ കണ്ടോ. എല്ലാവരും തിരക്ക് കൂട്ടുകയാണ്. അവസാനമായി നിന്നെയൊന്നു കാണാൻ എല്ലാവരും തിരക്ക് കൂട്ടുമ്പോ കവി പറയുന്നടാ, ചെറുപ്പക്കാരാ, ധൈര്യമുണ്ടോടാ നിനക്ക്? ധൈര്യമുണ്ടോടാ ചെറുപ്പക്കാരാ? പെങ്ങളെ, ധൈര്യമുണ്ടോ പൊന്നുമോളെ? വജ്ഹദിലി നഫ്സിക അൻ തകൂന ഇദാ ബകവൂ ഫീ ഹാലി മൗതിക ലാഹികം മസ്റൂറാ. അല്ലാഹുവേ, ആരോ പറയുന്നുണ്ട്, ജനാസ പുതിയാൻ വരട്ടെ, ജനാസ പുതിയാൻ വരട്ടെ. സിറാജിനെ കാണാൻ ഉമ്മ വരുന്നുണ്ട്. അവസാനമായി എൻ്റെ മാതാവ് എൻ്റെ ജനാസ കാണാൻ വരികയാണ്, എൻ്റെ ഭാര്യ വരികയാണ്, എൻ്റെ കൂടപ്പിറപ്പ് വരികയാണ്, എൻ്റെ കുടുംബക്കാര് വരികയാണ്. ആരോ താങ്ങിപ്പിടിച്ചുകൊണ്ട് സിറാജിന്റെ ജനാസ കാണാൻ എൻ്റെ ഉമ്മ ഇങ്ങനെ അടുത്തേക്ക് വരുന്നു. തളർന്ന ശരീരവുമായി, പടച്ചവനെ, ഹൃദയം പൊട്ടുന്ന വേദനയുമായി കണ്ടടങ്ങൾ നിറഞ്ഞു ഒഴുകുകയാണ്. സമവിട്ട ഉമ്മയും പൊന്നുമകനെ എന്നെ കൈവിട്ടു പോന്നോ കാണലെന്ന പൊന്നേ. പൊട്ടിക്കരഞ്ഞുകൊണ്ട് എൻ്റെ ഉമ്മാനെ എൻ്റെ പരിസരത്തേക്ക് കൊണ്ടുവരുമ്പോ, എൻ്റെ മകനെ ഞാനൊന്ന് കാണട്ടെ, എൻ്റെ പൊന്നുമോനെ ഞാനൊന്ന് കാണട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ മുഖത്തിട്ടിരിക്കുന്ന വെള്ളത്തുണി ഉയർത്തുമ്പോ, മോനേ മോനേ എന്ന്
പറഞ്ഞുകൊണ്ട് എൻ്റെ ഉമ്മ കരയുകയാണ്. പടച്ചവരെ, എല്ലാവരും കരയുകയാണ്. എല്ലാവരും കരയുമ്പോ ഉമ്മാനോട് ചോദിക്കണം, ഉമ്മാ ഉപ്പാ എന്റെ മുഖത്ത് നോക്കുവാപ്പാ, എന്റെ മുഖത്ത് നോക്കുമ്മ, നിങ്ങളെല്ലാവരും ഇന്ന് കരയുകയാ. ഇന്ന് നിങ്ങളെല്ലാവരും നെഞ്ചുപൊട്ടിയിട്ട് കരയുകയാണ്. എന്റെ മുഖത്ത് നോക്കി എന്തൊരു പ്രകാശമാവുമ്മ. ഉമ്മ എന്റെ മുഖത്തേക്ക് നോക്ക്, ഉപ്പാ എന്റെ ചുണ്ടിലേക്കൊന്ന് നോക്കുവാപ്പാ. അന്ന് ഞാൻ കരഞ്ഞപ്പോ നിങ്ങളെല്ലാവരും എന്റെ മുഖത്ത് നോക്കി ചിരിച്ചില്ലേ ഉപ്പാ. ആ ചോരക്കുഞ്ഞായ ഞാൻ വല്ലാതെ വേദനിച്ച് കരഞ്ഞപ്പോ നിങ്ങളെല്ലാവരും ചിരിക്കുന്ന മുഖത്തോടെ എന്റെ മുഖത്ത് നോക്കിയവരാണ്. ഇന്ന് നിങ്ങളെല്ലാരും കരയുന്നു, ഇന്ന് നിങ്ങളെല്ലാരും കരയുന്നു. ഞാൻ ചിരിക്കുന്നു വാപ്പാ, ഞാൻ ചിരിക്കുന്നു ഉമ്മ, ഞാൻ ചിരിക്കുന്നു കൂടപ്പിറപ്പ്. സാക്ഷാൽ ഇബ്ലീസ് പോലും ഇന്ന് വീടിന്റെ അകത്തിരുന്ന് കരയുകയാണ്. അതുകൊണ്ട് മക്കളെ, മരിക്കാൻ കിടക്കുമ്പോ മരിച്ചു വീടിന്റെ അകത്ത് തുണിയുടെ അടിയിൽ കിടന്ന് ചിരിക്കടാ. ധൈര്യമുണ്ടെങ്കിൽ കാണാൻ വരുന്നവര് മുഴുവനും പറയണം, ഇങ്ങനെ മരിക്കണം, ഇങ്ങനെ മരിക്കണം. ഇതിനാ മരണമെന്ന് പറയുന്നത് എന്ന് ജനങ്ങൾ പറയുകയും കൊതിക്കുകയും ചെയ്യുന്ന ഒരു മരണത്തിന് വേണ്ടി പരിശ്രമിക്കുക സഹോദരാ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, എപ്പോഴെവിടെ വെച്ചാ മരണം വരുന്നതെന്നറിയില്ല. ഓരോ ദിവസവും മരണവാർത്ത കേൾക്കുന്നവരാണ്, മാരക രോഗങ്ങളെ കുറിച്ച് കേൾക്കുന്നവരാണ്. അല്ലാഹുവേ, ഞങ്ങളുടെ ആഖിബത്ത് നന്നാക്കണേ അല്ലാ. നല്ല മരണം തരണേ അല്ലാ. യൂസുഫ് എന്ന് പറയുന്ന മകൻ ആരോടും പറഞ്ഞില്ല, വാപ്പ പറഞ്ഞതുപോലെ തന്നെ നടന്നു. പക്ഷെ യൂസുഫ് നബിയോട് യാക്കൂബ് നബിക്ക് ഇത്തിരി സ്നേഹം കൂടുതലായി പോയി. ഒരിത്തിരി സ്നേഹം കൂടി. സാധാരണ ഒരു മോനല്ലല്ലോ, ഒരല്പ സ്നേഹം അവനോട് കൂടിക്കഴിഞ്ഞപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മക്കൾക്ക് പ്രശ്നമായി. നമ്മുടെ വീട്ടിലും അങ്ങനെ ഒരുത്തനോട് വല്ലാത്ത സ്നേഹം, മകളോട് പെൺകുട്ടികളോട് മാത്രം വല്ലാത്ത സ്നേഹം, ഇളയ മകനോടോ. മക്കൾക്കിടയിൽ ഒരിക്കലും സ്നേഹത്തിന്റെ വിഷയത്തിൽ വ്യത്യാസം കാണിക്കാൻ പാടില്ല. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വീടിന്റെ അകത്ത് വേർതിരിവ് പാടില്ല. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സഹാബത്ത് നബി തങ്ങളുടെ മുമ്പിൽ ഇരിക്കുമ്പോ ഒരു പൊന്നുമോൻ ഓടി വരികയാണ്. വാപ്പാടെ ചാരത്തേക്ക് ഒരു പൊന്നുമോൻ ഓടി വന്നു. വാപ്പാന്റെ അടുക്കൽ വന്നപ്പോ കെട്ടിപ്പിടിച്ച് ചുംബനം കൊടുത്തു. യാ റസൂലല്ലാഹ്, ഇവൻ എന്റെ മോനാ നബിയേ എന്ന് പറഞ്ഞുകൊണ്ട് പിതാവെടുത്തു മടിയിലിരുത്തുകയാണ്. പടച്ചവനെ, കുറച്ചു സമയം കഴിഞ്ഞു. ആ മനുഷ്യന്റെ പൊന്നുമോൾ ഓടി വരികയാണ്. ആ മകള് വന്നപ്പോഴും കെട്ടിപ്പിടിച്ച് ചുംബനം കൊടുത്തിട്ട് പറഞ്ഞു, എന്റെ മോളാണ് നബിയേ എന്ന് പറഞ്ഞുകൊണ്ട് പൊന്നാര മകളെ താഴെ ഇരുത്തിയപ്പോ നബിതങ്ങളുടെ മുഖം മാറുകയാണ്, നബിതങ്ങളുടെ മുഖം ചുമക്കുകയാണ്. ആ സ്വഹാബിയോട് പറഞ്ഞു, നീ നീതി കാണിച്ചില്ല, നീ നീതി കാണിച്ചില്ല. അല്ലാഹുവിന്റെ റസൂലേ, എന്താ നീതിയാണ് ഞാൻ ചെയ്തത്? നബിതങ്ങൾ പറഞ്ഞു, നിന്റെ ആൺകുട്ടിയെ നീ മടിയിലിരുത്തി, നിന്റെ പെൺകുട്ടിയെ നീ താഴെ ഇരുത്തി. അത് നീതിയല്ലെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ, പെങ്ങളെ, മക്കളോട് വേർതിരിവ് കാണിക്കുന്നവരുണ്ടോ? ഒരുത്തനോട് വല്ലാത്ത സ്നേഹമാണ്, ഒതാ പെൺകുട്ടികളോട് വല്ലാത്ത സ്നേഹമാണ്. എല്ലാവർക്കും ഏറ്റവും കൂടുതൽ സ്നേഹം ഏറ്റവും ചെറിയ മകനോടാ. ഏറ്റവും കൂടുതൽ വഴക്ക് കേൾക്കുന്നത് വീട്ടിലെ മൂത്ത മകനാണ്. എന്തേ പെങ്ങളെ, അവനോട് ഇത്ര വാശി എന്ത്? അവനോട് ഇത്ര വെറുപ്പെന്ത്? ഞാൻ പറയുന്നത്, സ്നേഹിക്കേണ്ടത് ഏറ്റവും ചെറിയ മകനെയല്ല. എന്റെ വീട്ടിലും അങ്ങനെയാണ്. എന്റെ ഉമ്മയ്ക്ക് എന്നോട് വല്ലാത്ത സ്നേഹമാണ്, കാരണം ഏറ്റവും ചെറിയ മകന് ഞാനാണ്. ഒരിക്കലും അങ്ങനെയാകരുത് സഹോദരാ, പടച്ചവനെ. കാരണം പെങ്ങളെ, നീ ഒന്ന് ചിന്തിക്ക്. കല്യാണം കഴിഞ്ഞ മക്കളില്ലാതെ ദുആ ചെയ്ത് കാത്തിരുന്നപ്പോ അല്ലാഹു ആദ്യമായിട്ട് തന്നവനാണവന്. പെങ്ങളെ, ആദ്യമായിട്ട് അല്ലാഹു തന്ന മകനാണവന്. അതാ ആദ്യത്തെ കൺമണിയായത് കാരണം സ്നേഹം വാരിക്കോരി കൊടുത്തു, സ്നേഹം വാരിക്കോരി കൊടുത്തു. അവനെ
താലോലിച്ചു വളർത്തിയവനാണ്. പക്ഷേ രണ്ടാമതൊന്ന് വന്നപ്പോൾ കുറയുകയാണ്, മൂന്നാമതൊന്ന് വന്നപ്പോൾ കുറയുകയാണ്. ഇപ്പൊ അവൻ വീട്ടിൽ ഏറ്റവും കൂടുതൽ വഴക്ക് കേൾക്കുന്നവനായി. ആരെന്ത് ചെയ്താലും മൂത്ത കുട്ടിയോടാണ് വാശി തീർക്കുന്നത്. പെങ്ങളെ, ഒരിക്കലും അങ്ങനെയാകരുത്. തുല്യരായി കാണൂ. 10 മക്കളാണ് വരും, അവര് 10 പേരെയും ഒന്നുപോലെ കാണു. ഒരിക്കലും വേർതിരിക്കരുത്. ആ വേർതിരിവ് അവസാനം കലാപങ്ങളിലെത്തുകയാണ്, കൊലപാതകങ്ങളിലെത്തുകയാണ്. പെങ്ങളെ, വാപ്പമാരും ഉമ്മമാരും പഠിക്കേണ്ട ഒരു കാര്യം എന്തെന്നറിയോ? സ്വന്തം മക്കളുടെ ഇടയിൽ പടച്ചവനെ, സ്വന്തം മക്കളെ വേർതിരിച്ച് കാണുന്നവര്. വാപ്പ പറയുകയാണ്, നിന്റെ അനുജനെ കണ്ടു പഠിക്കടാ, നിന്റെ അനുജനെ കണ്ടു പഠിക്ക്. അവൻ ബുദ്ധിയുള്ളവനാ, പഠിച്ചു നല്ല നിലയിലായി, നല്ല ശമ്പളമായി, നല്ല ജോലിയായി, നല്ല കുടുംബമായി. നീ ഇങ്ങനെ തെക്കു വടക്ക് നടന്നോടാ. അനിയത്തിയെ കാണ്, അവനെ കണ്ടു പഠിക്ക്, അവളെ കണ്ടു പഠിക്ക്, അപ്പുറത്തവളെ കണ്ടു പഠിക്ക്. പഠിച്ചവനെ, നിങ്ങൾ ഇങ്ങനെ പറയുമ്പോൾ ഒരാളെ താഴ്ത്തുന്നു, ഒരാളെ പൊക്കുന്നു. ഇത് മക്കൾക്കിടയിൽ വല്ലാത്ത വൈരാഗ്യമുണ്ടാക്കും. പെങ്ങള്, പേടിക്കേണ്ട കാര്യമാണ്, സൂക്ഷിക്കേണ്ട കാര്യമാണ്. പഠിച്ചവരെ, സ്വന്തം കൂടപ്പുറപ്പിന്റെ തലയിലേക്ക് പാറക്കല്ലെടുത്ത് ഇടിച്ചു കൊന്നവൻ 10 പോലീസുകാര് ചോദിച്ചപ്പോ പറഞ്ഞത്, എനിക്ക് ഇവൻ കാരണം സ്നേഹം കിട്ടുന്നില്ല. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, മക്കൾക്കിടയിൽ ഒരിക്കലും നിങ്ങൾ വേർതിരിവ് കാണിക്കരുത്. ബുദ്ധിയുള്ളവനാകട്ടെ ഇല്ലാത്തവനാകട്ടെ, പണം കൂടിയവനാകട്ടെ ഇല്ലാത്തവനാകട്ടെ, എല്ലാവരും മക്കളാട്, എല്ലാവരും മക്കളാട്. അവരെ തുല്യമായി കാണണം. കുടുംബ സ്വത്ത് വിഹിതം വെക്കുമ്പോ ഒരുത്തന് കൂടുതൽ, പെൺകുട്ടിയാണ്, അവൾക്കൊന്നുമില്ലല്ലോ, കൂടുതൽ ഇരിക്കട്ടെ. ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല. മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുമ്പിൽ നുഅ്മാൻ ഇബ്നു ബസീർ എന്ന് പറയുന്ന പിതാവ് കടന്നു വരികയാണ്. യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, നുഅ്മാനിനോട് എനിക്ക് വല്ലാത്ത സ്നേഹമാണ് നബിയേ. കാരണം അവൻ നേരം വെളുത്താൻ നബി തങ്ങളുടെ മുമ്പിൽ ഇൽമു പഠിക്കാൻ വരുന്ന മകനാണ്, മുതഅല്ലിമായ മകനാ. അവൻ മുതഅല്ലിമായ മകനാ, വേറെ ഒരു കാര്യത്തിനും അവന് പോകാറില്ല. അതുകൊണ്ട് യാ റസൂലല്ലാഹ്, എന്റെ സ്ഥലവും വീടും ഇവന് ഞാൻ കൊടുക്കാൻ ആഗ്രഹിക്കുന്നു നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുമ്പിൽ ബസീർ എന്ന് പറയുന്ന പിതാവ് വന്ന് പറഞ്ഞപ്പോ നബി തങ്ങൾ ചോദിച്ച മറുപടി അറിയണേ പെങ്ങള്, അറിയണേ പെങ്ങള്. അല്ലാഹുവിന്റെ റസൂൽ ചോദിക്കുന്നു, ബസീറേ, വയസ്സാങ്കാലത്ത് നുഅ്മാൻ മാത്രം മതിയോ ജനാസ കുളിപ്പിക്കാൻ, മയ്യത്ത് ചുമക്കാൻ, ഖബറടക്കാൻ? ഇവൻ മാത്രം വന്നാ മതിയോ ബസീറേ? വേറെ മക്കളൊന്നും വരണ്ടേ എന്ന് നബിതങ്ങൾ അവിടെ നിന്ന് ചോദിച്ചെന്ന് ചരിത്രം പറയുമ്പോ, മക്കൾക്കിടയിൽ വേർതിരിവ് കാണിക്കരുത്. ഖബറിനകത്ത് പോലും നിന്നെയൊന്നും കടക്കാൻ സമ്മതിക്കൂല. മക്കൾക്കിടയിൽ വേർതിരിവ് കാണിച്ചാൽ ഖബറിനകത്ത് പോലും നിനക്കൊന്നും സമാധാനം കിട്ടൂല. മക്കൾക്കിടയിൽ വേർതിരിവ് കാണിക്കാൻ നിനക്കെങ്ങനെ കഴിയുന്നു വാപ്പാ? ഇവരെല്ലാം നിന്റെ മക്കളല്ലേ. അവൻ എത്ര വലിയ വൃത്തികെട്ടവനാണെങ്കിലും, കള്ളുകുടിയനാകട്ടെ, വ്യഭിചരിച്ചവനാകട്ടെ, ഏത് കൊലപാതകം ചെയ്തവനാകട്ടെ, എന്ത് ചെയ്താലും അവൻ നിന്റെ മകനല്ലേ, അവൾ നിന്റെ മകളല്ലേ. മക്കൾക്കിടയിൽ വേർതിരിവ് ഒരിക്കലും കാണിക്കാൻ പാടില്ല. ഇവിടെ ആകുമ്പോ പിന്നെ ഇവിടെ പെണ്ണുങ്ങളുടെ വീട്ടിൽ തന്നെ ഇല്ലേ കിടക്ക അല്ലേ? നിങ്ങൾ എന്താ ചിരിക്കണേ? ഇവിടെ ആണുങ്ങള് വേണമെങ്കിൽ പെണ്ണുങ്ങളുടെ വീട്ടിൽ പൊക്കോണം. ആ സിസ്റ്റം ഒക്കെ മാറ്റുന്നതോട് ഒരിക്കലും നല്ലതല്ല. പെണ്ണിന്റെ അടിമയായി പോയി കിടക്കരുത്. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. അവക്കാണെങ്കിൽ പിന്നെ സ്വന്തം വീടായത് കൊണ്ട് വലിയ ധൈര്യമാണ്. നമ്മൾ പരദേശിയെ പോലെ നടന്നോണം. ഞങ്ങളുടെ നാട്ടിലൊക്കെ കല്യാണം കഴിച്ചിറങ്ങി പോകുമ്പോ പെണ്ണ് കരയും. നിക്കാഹെല്ലാം കഴിഞ്ഞിട്ട് പുതിയാപ്പിളയുടെ കൂടെ കാറിൽ പോകുമ്പോ പെണ്ണ് കരയും. ഇവിടെ ആണുങ്ങൾ കരയേണ്ട അവസ്ഥയാണ്. അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. എന്താ വല്ലാത്ത ധൈര്യം. അങ്ങനൊന്നും അല്ലടോ. ആണുങ്ങള് സ്വന്തം ഭർത്താക്കന്മാര്, ഞാൻ പറയും, നിങ്ങൾ നിങ്ങളുടെ നാടിന്റെ സൃഷ്ടമൊന്നും അല്ലടോ. ഇസ്ലാമിന് ചില നിയമങ്ങളുണ്ടല്ലോ, നമ്മൾ നല്ലതുപോലെ നടക്കണം. അല്ലാതെ ഔദാര്യത്തിലൊന്നും കിടക്കേണ്ടവരല്ല ആണുങ്ങൾ. അൽഹംദുലില്ലാഹ്, അല്ലാഹു ഇസ്സത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഞാൻ പറഞ്ഞു, നിങ്ങൾക്കിട്ട് കുത്തിയതൊന്നും അല്ല കേട്ടാ, നിങ്ങൾക്കിട്ട് കുത്തിയതൊന്നും അല്ല. എത്ര കാലമെന്ന് പറഞ്ഞാൽ പെങ്ങളെ ഈ ഊറ്റുന്നേ? ഒന്ന് നിർത്തിക്കൂടെ?
പാപ്പാനെ ഉമ്മാനെയൊക്കെ ഊറ്റുന്നതിനൊരു പരിധിയില്ലേ? നിങ്ങളൊക്കെ കെട്ടിച്ചു വിടുമ്പോ തന്നെ എത്രയെല്ലാം തന്ന് രക്തം വിയർപ്പാക്കി അധ്വാനിച്ച് തന്നിട്ട് പോണില്ല, വീണ്ടും കിടക്ക. ഇങ്ങനെ അവിടെ തന്നെ ഇങ്ങനെ കിടക്കുന്നതിനൊരു പരിധിയില്ലേ? ഒരു പരിധിയൊക്കെ ഇല്ലേ? ഇന്ന് മാറിക്കൊടുക്കുക. അവരൊക്കെ സന്തോഷത്തോടെ ജീവിക്കട്ടെ. പാപ്പായും ഉമ്മാക്കൊക്കെ വയസ്സാം കാലത്തെങ്കിലും സന്തോഷത്തോടെ ജീവിക്കുക. അതെങ്ങനെ മോളും മരുമോനും ഇങ്ങനെ കയറി ഇറങ്ങി നടക്കുക. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട പറഞ്ഞ് ഇഷ്ടപ്പെട്ടില്ല എന്ന് തോന്നുന്നില്ലേ? ഇഷ്ടപ്പെട്ടാലില്ലെങ്കിലും ഞാൻ പറഞ്ഞ ദീനാടോ. ഒരു നിയമം എന്ന് പറഞ്ഞാൽ ഒരാള് പെണ്ണ് കെട്ടി അടുത്ത അനിയൻ പെണ്ണ് കെട്ടാറാകുമ്പോ ജ്യേഷ്ഠം മാറണമെന്നാ പണ്ടത്തെ നിയമം. ഒരാൾ അടുത്ത വിവാഹം മാറിയേക്കണം. അത് മാത്രമല്ല, ഈ അടുത്തടുത്ത് കിടക്കാതിരിക്കല ഏറ്റവും നല്ലത്. ഒരിക്കലും കൂടപ്പുറപ്പുകൾ അടുത്തടുത്ത് കിടക്കാൻ പാടില്ല. ഒന്ന് മാറി കിടക്കണം, ഒന്ന് അകന്ന് കിടക്കണം, എങ്കിലേ സ്നേഹബന്ധം ഉണ്ടാകത്തുള്ളൂ. വല്ലപ്പോഴും ഒന്ന് വരുമ്പോ എന്തൊരു സ്നേഹം പരിഗണന. ഇത് അപ്പുറത്ത് കിടക്കല്ല, ചാടി അങ്ങോട്ടും ഇങ്ങോട്ടും കയറുന്നു. മക്കൾ പരസ്പരം നിങ്ങളെപ്പോലെയല്ല കുട്ടികൾ, അവര് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്ക് കൂടും. അപ്പൊ ഒന്ന് പറയും രണ്ട് പറയും, പിന്നെ വഴക്കായി, പിന്നെ ചത്താ പോലും കയറരുത് എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് എത്തും. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മുഅ്മിനീങ്ങളെ, മക്കൾക്കിടയിൽ വേർതിരിവ് പാടില്ല. ഉമ്മ പറയാ, അവനെ കണ്ടു പഠിക്കടാ, കണ്ടോ നല്ല ജോലിയായി, നല്ല നീ ഇങ്ങനെ മന്ദബുദ്ധിയെ പോലെ. പിന്നെ അവനെ കൊല്ലാനല്ലേ തോന്നുക, വാശിയല്ലേ തോന്നുക. ഇത് രണ്ടും നിന്റെ മക്കളല്ലേ, ഒന്നിനെ അരി കൊടുത്ത് വകച്ചല്ലോ. ആ മക്കൾക്ക് കൊടുക്കേണ്ട പരിഗണന നീ കൊടുക്ക്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, യാക്കൂബ് നബി മകനോട് പറഞ്ഞു, നീ ആരോടും പോയിട്ട് ഈ സ്വപ്നം കണ്ട കഥയൊന്നും പറയണ്ട. യൂസുഫ് പറഞ്ഞില്ല. എന്നാലും വാപ്പായ്ക്ക് ഇവനോട് വല്ലാത്ത സ്നേഹം. ഈ സ്നേഹം ഇങ്ങനെ കൂടിയപ്പോ ബാക്കി 12 എണ്ണത്തിൽ 11 എണ്ണം കൂടെ കൂടിയിട്ട് പറഞ്ഞു, ഇവൻ ഒരുത്തൻ കാരണം നമ്മുടെ ഉപ്പ നമ്മളെ സ്നേഹിക്കുന്നില്ല. നാട്ടുകാരൊന്നുമല്ല, ബാക്കിയുള്ള 11 എണ്ണം കൂടെ 10 മക്കൾ, ഈ 10 പേരും കൂടെ കൂടി, ഇവരെല്ലാവരും കൂടെ കൂടിയിട്ട് തീരുമാനമെടുത്തു, ഇവൻ ഒരുത്തൻ കാരണമാണ് വാപ്പ നമ്മളെ സ്നേഹിക്കാത്ത, ഇവനെ തട്ടണം, ഇവനെ വാപ്പാന്റെ അടുക്കൽ നിന്ന് ഇവനെ ഒഴിവാക്കണം, ഇല്ലെങ്കിൽ വാപ്പ നമ്മളെ സ്നേഹിക്കൂല. അവര് ഗൂഢാലോചന നടത്തി. അവര് മുഴുവനും ഗൂഢാലോചന നടത്തി. യൂസുഫ് എന്ന് പറയുന്ന തന്റെ കൂടപ്പിറപ്പിനെ ഉപ്പാന്റെ അടുക്കൽ നിന്ന് ഒഴിവാക്കണം. അങ്ങനെ ഗൂഢാലോചന നടത്തിയിട്ട് ഇവരെല്ലാരും കൂടെ വാപ്പാന്റെ അടുക്കൽ കളിക്കാൻ പോകുന്ന ദിവസം എത്തിയപ്പോ ഉപ്പാനോട് പറഞ്ഞു, ഉപ്പ ഞങ്ങൾ കളിക്കാൻ പോവാ, യൂസുഫിനെ കൂടെ ഞങ്ങളുടെ കൂടെ വരണം. യൂസുഫിനെ വിടാൻ പറഞ്ഞപ്പോ തന്നെ യാക്കൂബ് പോലും പറഞ്ഞു, അവൻ കൊച്ചു മോനല്ലേ, നിങ്ങൾ വലിയവരെല്ലാവരും കൂടെ പോയി കളിക്കാൻ പോയി നിൽക്കുമ്പോ ഇവനെ വല്ല ചെന്നായം പിടിച്ചോണ്ട് പോയാലോ, അതുകൊണ്ട് യൂസുഫിനെ വേണ്ട, നിങ്ങൾ പൊക്കോ. ഇല്ല ഉപ്പച്ചി, ഞങ്ങളുടെ അനുജനല്ലേ വാപ്പാവൻ. വാപ്പ യൂസുഫ് ഞങ്ങളുടെ അനുജനല്ലേ, ഞങ്ങൾ അങ്ങനെ ചെന്നായിക്ക് വിട്ടുകൊടുക്കോ? വാപ്പ ഞങ്ങളുടെ അനുജനല്ലേ, ഞങ്ങൾ പൊന്നുപോലെ നോക്കാം. വാപ്പാനെ എല്ലാ മക്കളും കൂടെ വളഞ്ഞിട്ടിട്ട് വാപ്പാന് മറുപടി പറയാൻ പറ്റാത്ത അവസ്ഥയാക്കി. അങ്ങനെ യൂസുഫിനെ കയ്യിൽ പിടിച്ചു കൊണ്ടുപോയി. വീട്ടിൽ നിന്നിറങ്ങി വാപ്പാടെ കണ്ണങ്ങോട്ട് തെറ്റിയതും യഥാർത്ഥ സ്വഭാവം തുടങ്ങി, അടിക്കാൻ തുടങ്ങി. യൂസുഫിനെ തല്ലാൻ തുടങ്ങി. ചരിത്രം പറയുന്നത് ഫുട്ബോൾ തട്ടിയതുപോലെ യൂസുഫിനെ തട്ടീന. യൂസുഫിനെ നീ ഒറ്റ ഒരുത്തൻ കാരണമാടാ വാപ്പ ഞങ്ങളെ സ്നേഹിക്കാത്തത് എന്ന് പറഞ്ഞുകൊണ്ട് കൂടപ്പറപ്പുകൾ മുഴുവനും യൂസുഫിനെ തല്ലിയടോ. അവസാനം കൊണ്ടുപോയിട്ട് പൊട്ടക്കിണറ്റിൽ വലിച്ചെറിഞ്ഞു, പോയി ചാകട എന്ന് പറഞ്ഞ് വലിച്ചെറിഞ്ഞു എന്ന് ചരിത്രം പഠിപ്പിക്കുന്നു. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. ഇതാണ് സ്നേഹം കിട്ടാതെ വന്നാലുള്ള വിഷയം. ഒരു പ്രവാചകൻ എത്രത്തോളം സൂക്ഷ്മത പുലർത്തി തന്റെ പൊന്നാര മകനോട് പറയരുതെന്ന് പറഞ്ഞു പോലും വളർത്തിയിട്ട് ആ പ്രവാചകന്റെ വീടിന്റെ അകത്ത് സ്നേഹക്കുറവുണ്ടെന്ന് മക്കൾ വിചാരിക്കുകയാണ്. വേർതിരിവൊന്നുമില്ല, എല്ലാവരെയും ഒന്നുപോലെയാണ് കണ്ടത്. 10 മക്കൾ ആദ്യത്തെ ഭാര്യയുടേതാണ്, യൂസുഫും ബിന്യാമീനും രണ്ടാമത്തെ ഭാര്യയിലെ മക്കളാണ്. ആരോടും വേർതിരിവ് കാണിച്ചില്ല. പക്ഷേ ഇബ്ലീസ് കയറി. കാണുന്നത് മുഴുവനും തെറ്റാണ്, പറയുന്നത് മുഴുവനും തെറ്റാണ്. പഠിച്ചവനെ ഇബ്ലീസ് കയറിയാൽ അങ്ങനെയാണല്ലോ. അങ്ങനെ യാക്കൂബ് നബി അലൈഹിസ്സലാമിന്റെ മക്കളെല്ലാവരും കൂടെ യൂസുഫിനെ കൊണ്ടുപോയി പൊട്ടക്കിണറ്റിൽ വലിച്ചെറിഞ്ഞു കൊല്ലുകയാ. അവര് വിചാരിച്ചു മരിച്ചെന്ന്. റബ്ബേ, ഇനി വീട്ടിൽ ചെന്നാ വാപ്പയോട് മറുപടി പറയണമല്ലോ. അതാ യൂസുഫിന്റെ കമീസിനകത്ത് രക്തം പുരട്ടുകയാണ്, ഗൂഢാലോചന നടത്തുകയാണ്. എന്നിട്ട് അവര് വീട്ടിലേക്ക് മടങ്ങുകയാ. എപ്പോഴാണ് പോയതെന്നറിയുമോ? അതാ ഖുർആൻ പറയുകയാണ്, പെങ്ങള് കളിക്കാൻ പോയവരെല്ലാവരും കൂടെ ഗൂഢാലോചന നടത്തി കൂടപ്പിറപ്പിനെ പൊട്ടക്കിണറ്റിൽ വലിച്ചെറിഞ്ഞിട്ട് അതാ ഖുർആൻ പറയുന്നു, വജാഊ വഅബാഹും ഇശാഅൻ യബ്കൂൻ. അവന് രാത്രിയിലാണ്
വീട്ടിലേക്ക് പോകുന്നത്. കരഞ്ഞുകൊണ്ട് പാതിരാത്രി വാപ്പയുടെ താരത്ത് കിടന്നു ചെന്നു. കമീസ് കൊണ്ടുപോയി വെച്ചു കൊടുത്തിട്ട് പറഞ്ഞു, വാപ്പാ യൂസുഫിനെ ചെന്നായ പിടിച്ചു വാപ്പാ. കാണുന്നില്ലെന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ട് പാതിരാത്രി വീട്ടിലേക്ക് കടന്നു പോവുകയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ പഠിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇന്ന് എല്ലാ രാത്രിയിലാണല്ലോ, ഇന്ന് എല്ലാ കാര്യങ്ങളും രാത്രിയിലാണല്ലോ. രാത്രിക്കൊരു പ്രത്യേകതയുണ്ടോ. അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, വൈകുന്നേര സമയമായ നിങ്ങൾ മക്കളെ പുറത്തു വിടല്ലേ, കളിക്കാൻ വിടല്ലേ, വീടിന്റെ അകത്ത് കയറ്റി വാതിലടയ്ക്കണേ എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ. വൈകുന്നേരമായ മഗ്രിബിന്റെ സമയമായ മക്കളെ വീടിന്റെ അകത്ത് കയറ്റിയിട്ട് വാതിലടയ്ക്കാൻ നബി തങ്ങൾ പഠിപ്പിക്കുമ്പോ, പെങ്ങളെ രാത്രിയുടെ പ്രത്യേകത എന്തെന്നറിയോ? ഇന്ന് മക്കളെല്ലാവരും പുറത്താ. വൈകുന്നേരമായി കഴിഞ്ഞാ പിന്നെ ഇറങ്ങുകയാ, അമ്മയും മക്കളും ഇറങ്ങുകയാ. ഇന്നവർക്ക് പകല് രാത്രിയാണ്, രാത്രി പകലാണ്. രാത്രിയുടെ സ്വഭാവം എന്തെന്നറിയോ? രാത്രിയായ മനുഷ്യന്റെ സ്വഭാവം മാറും ബാപ്പാ. രാത്രിയായ ഏതൊരു മനുഷ്യന്റെയും സ്വഭാവം മാറുമടോ. ചെന്നതാ നായ കണ്ടിട്ടില്ല. പകല് നടന്നു പോകുമ്പോ വീടിന്റെ ഫ്രണ്ടില്, കടത്തിണ്ണയില്, റോഡിന്റെ സൈഡില് മിണ്ടാതെ കിടക്കുകയാ. പടച്ചവനെ അടുത്തുകൂടെ നടന്നു പോയാൽ അത് അനങ്ങാറില്ല. ചിലപ്പോ കണ്ണ് തുറന്നു നോക്കും, അടയ്ക്കും, വാലാട്ടി കാണിക്കും. ഇതുപോലെ പടച്ചവനെ പാവപ്പെട്ട ഒരു മൃഗത്തെ കാണാൻ പറ്റൂല. എന്നാ രാത്രിയായ അതാ റോഡിലൂടെ പോകുന്ന കാറിന്റെ പുറകെ കുരച്ചുകൊണ്ടോടുകയാണ്. ഇതുപോലെ വൈകുന്നേരമായി കഴിഞ്ഞ മനുഷ്യന്റെ സ്വഭാവം മാറുകയാ. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞത് പുറത്തു വിടരുതെന്നാണല്ലോ. എന്നാൽ ഇന്ന് ചെറുപ്പക്കാര് മുഴുവനും പുറത്താണ്. ഉമ്മയെ വന്ന് രാത്രി വിളിച്ചുണർത്തുമ്പോൾ ഉറക്കത്തിന് ശല്യമായത് കാരണം താക്കോല് മകന്റെ കയ്യിൽ കൊടുത്തിരിക്കുകയാണ്. ചെടിച്ചട്ടിയുടെ ഇടയിൽ ഒളിച്ചു വെച്ചിട്ടുണ്ടടാ, വന്ന് തുറന്നു കേറിക്കോ. ഉമ്മാനെ വിളിക്കല്ലേ, ഉപ്പാനെ വിളിക്കല്ലേ. ഇന്ന് പാതിരാത്രി 1 മണിയാകട്ടെ, 2 മണിയാകട്ടെ, ഏത് കടയിൽ ചെന്നാല് ചെറുപ്പക്കാരായ ആൺകുട്ടികളും പെൺകുട്ടികളുമാണ്. എല്ലാ 18ഉം 20ഉം വയസ്സിന്റെ ഇടയിൽ പ്രായമുള്ള ആൺകുട്ടികളും പെൺകുട്ടികൾക്കും ഇന്ന് പകല് പോലെയാണ് രാത്രി. എവിടെ ചെന്നാലും അവരേ ഉള്ളൂ, എവിടെ ചെന്നാലും അവരേ ഉള്ളൂ. പടച്ചവനെ വീടി വലിക്കുന്ന ഒരു വിഭാഗത്തെ കാണാ, എന്തെല്ലാം മോശമായ പ്രവർത്തനങ്ങൾ ചെയ്യുന്നവരെ കാണാ. ചോദിക്കാനും പറയാനും ആരുമില്ലല്ലോ. പെങ്ങളെ, അതാ കഞ്ചാവിനും മയക്കുമരുന്നിനും അടിമകളായി പോവുകയാണ് ഇന്നത്തെ യുവതലമുറ. ഏത് പടച്ചവനെ ഏത് ദിവസം പത്രമെടുത്ത് നോക്കിയാൽ MDMയുമായി പിടിക്കുന്നതെല്ലാം നമ്മുടെ സമുദായമാണോ. പടച്ചവനെ ഏറ്റവും കൂടുതൽ പ്രതികൾ നമ്മുടെ ഉമ്മത്താ. അതിൽ പെൺകുട്ടികൾ കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഈ അടുത്ത ദിവസങ്ങൾ നടന്ന വാർത്തകൾ വായിച്ചു നോക്ക്. 20ഉം 22ഉം 18ഉം വയസ്സുള്ള പെൺകുട്ടികൾ അല്ലാഹുവേ കാമുകന്റെ കൂടെ കറങ്ങാൻ പോവുകയാണ്. ബാംഗ്ലൂരും മൈസൂര് പോയിട്ട് നീ അറിഞ്ഞില്ലല്ലോ ഉമ്മാ. മക്കള് പുറത്തു നടക്കുന്നത് നീ അറിയുന്നില്ല. അവൻ എവിടെയാണ് പോകുന്നതെന്നറിയില്ല. കാമുകന്റെ കൂടെ റൂമെടുത്ത് കിടക്കുമ്പോ റൈഡ് ചെയ്ത് പിടിക്കുന്നത് നിന്റെ പൊന്നുമോളയാണ്. നീ അറിയുന്നില്ലല്ലോ. നിനക്കതിന് സമയമില്ലല്ലോ. സ്വന്തം മക്കളുടെ കാര്യം നോക്കാൻ സമയമില്ല. അയൽവാസിയുടെ മകൾ എവിടെ പോയി, അവന്റെ കൂടെ പോയി, ഇത് നോക്കാനേ സമയമുള്ളൂ. നിനക്കൊന്നിനും സമയമില്ലല്ലോ. പാപ്പാ, നാട് നന്നാക്കിയിട്ട് നിനക്ക് എന്ത് കിട്ടാനാ? മഹല്ല് നന്നാക്കിയിട്ട് എന്ത് കിട്ടാനാ? നാടും മഹല്ലുമല്ല, നീ വീടല്ലേ നന്നാക്കേണ്ടത്. നിന്റെ ഭാര്യയുടെ കാര്യം, നിന്റെ മക്കളുടെ കാര്യം, അവരെ കുറിച്ചല്ലേ അല്ല നിന്നോട് ചോദിക്കുന്നത്. അയൽവാസികളുടെ ഭാര്യയെ കുറിച്ച് അല്ലാഹു നിന്നോട് ചോദിക്കില്ല. നാട്ടിലെ പെണ്ണുങ്ങളെ കുറിച്ച് അല്ലാഹു നിന്നോട് ചോദിക്കില്ല. നീ മകനെ കുറിച്ച് നോക്ക്, നിന്റെ മകളെ കുറിച്ച് നോക്ക്. അവരെയല്ലേ നന്നാക്കേണ്ടത്. അവരല്ലാഹു നിനക്ക് ഏൽപ്പിച്ചിരിക്കുന്ന അമാനത്താണല്ലോ. ആ മക്കളെ കുറിച്ചല്ലേ നീ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, രാത്രിയിലെ പുറത്തു പോക്ക് നല്ലതല്ല പെണ്ണേ.
സങ്കടമാ, നാണക്കേടാ. അതുകൊണ്ട് വാപ്പമാരോട് പറയുകയാണ്, വൈകുന്നേര സമയമായാ നിങ്ങൾ കുട്ടികളെ പുറത്തു വിടല്ലേ, പെണ്ണുങ്ങളെ പുറത്തു വിടല്ലേ, നിങ്ങൾ വീടിനകത്തേക്ക് കേറ്റണേ എന്ന് നബി മുഹമ്മദ് മുസ്തഫ.